നമസ്കാരം. കുവൈത്ത് തീപിടുത്ത ദുരന്തത്തിൽ മരിച്ച മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. രാവിലെ 8:30 വിമാനം കൊച്ചിയിലെത്തും. പ്രാദേശിക സമയം പുലർച്ചെ 1:15 വിമാനം കുവൈത്തിൽ നിന്ന് പറന്നുയർന്നത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും ഉദ്യോഗസ്ഥരും വിമാനത്തിലുണ്ട്. അതേസമയം മംഗഫ് തൊഴിലാളി ക്യാമ്പിലെ 6 നില കെട്ടിടത്തിലെ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടെന്ന് റിപ്പോർട്ട്. കുവൈത്ത് ഫയർഫോഴ്സ് അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം തെളിഞ്ഞത്. ഗാർഡ് റൂമിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായതെന്നും ഫയർഫോഴ്സ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ റിമാൻഡിലായതായി കുവൈത്ത് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഒരു കുവൈറ്റി പൗരനും ഒരു വിദേശ പൗരനുമാണ് റിമാൻഡിലായത്. നടപടി കൂട്ടമരണങ്ങൾക്ക് കാരണമായ ചട്ടലംഘനങ്ങളുടെ പേരിലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുവൈറ്റിലെ അനധികൃത കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ട് വിവിധ ഭാഗങ്ങളിൽ പരിശോധന തുടങ്ങി. ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. കെട്ടിട നിർമ്മാണ ചട്ടലംഘനങ്ങൾക്കെതിരെ മുന്നറിയിപ്പില്ലാതെ നടപടി സ്വീകരിക്കുമെന്നും ഷെയ്ഖ് ഫഹദ് വ്യക്തമാക്കി. തീപിടുത്തമുണ്ടായ സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അപ്പാർട്ട്മെന്റുകൾക്കും മുറികൾക്കുമിടയിലെ പാർട്ടീഷനുകൾക്ക് പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചത് കനത്ത പുകയ്ക്ക് ഇടയാക്കിയെന്ന് കുവൈറ്റ് ഫയർഫോഴ്സ് മേധാവി സയ്യിദ് അൽ മുസാവി പറഞ്ഞു. പുക നിറഞ്ഞ കോണിപ്പടികൾ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പലരും ശ്വാസം മുട്ടി മരിച്ചു. റൂഫ് ടോപ്പിലേക്കുള്ള വാതിൽ അടച്ചിരുന്നതും വലിയൊരു രക്ഷാമാർഗം ഇല്ലാതാക്കിയെന്നും ഫയർഫോഴ്സ് അധികൃതർ പറഞ്ഞു. അതേസമയം മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ ഡൽഹിയിൽ നിന്നാണ് വ്യോമസേനയുടെ C-130J വിമാനം ഇന്നലെ വൈകിട്ടോടെ കുവൈത്തിലേക്ക് പുറപ്പെട്ടത്. കുവൈത്തിൽ നിന്നും നടപടികൾ പൂർത്തിയാക്കി തിരിച്ചറിഞ്ഞ ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേന വിമാനം ഇന്ത്യയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 8:30 വിമാനം കൊച്ചി വിമാനത്താവളത്തിലെത്തുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും. മുഖ്യമന്ത്രി അടക്കമുള്ള സംഘം വിമാനത്താവളത്തിൽ അന്തിമോപചാരം അർപ്പിക്കും. വീടുകളിലേക്ക് മൃതദേഹം എത്തിക്കാൻ ആംബുലൻസുകളും സജ്ജമാണ്. മൃതദേഹങ്ങൾ അതാത് സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്കാണ് ഏകോപന ചുമതല. പരിക്കേറ്റവരിൽ 45 പേർ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ പ്രവാസികളുടെ മൃതദേഹങ്ങളും കൊച്ചിയിലെത്തിക്കും. അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനുള്ള ഏകോപന ചുമതല എറണാകുളം കളക്ടർക്കാണെന്നും നോർക്ക CEO അറിയിച്ചു. അതേസമയം തീപിടുത്ത ദുരന്തമുണ്ടായ കുവൈത്തിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി പോകേണ്ടിയിരുന്ന മന്ത്രി വീണ ജോർജ് അവസാന നിമിഷം യാത്ര ഉപേക്ഷിച്ചു. കേന്ദ്രത്തിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാതിരുന്നതോടെയാണ് മന്ത്രി യാത്ര ഉപേക്ഷിച്ചത്. രാത്രി 9:40 പുറപ്പെടുന്ന വിമാനത്തിൽ കയറാൻ വീണ ജോർജ് 9:30 വരെയും വിമാനത്താവളത്തിലുണ്ടായിരുന്നു. അവസാന നിമിഷം കേന്ദ്ര അനുമതി കിട്ടാതെ വന്നതോടെയാണ് യാത്ര ഉപേക്ഷിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ നടപടി അങ്ങേയറ്റം നിർഭാഗ്യകരമാണെന്നും തെറ്റാണെന്നും വീണ ജോർജ് പറഞ്ഞു. യാത്രയ്ക്കായി ഡൽഹിയിലെ റെസിഡന്റ് കമ്മീഷണർ മുഖാന്തരം നടത്തിയ ശ്രമവും പരാജയപ്പെട്ടു. എന്തുകൊണ്ട് അനുമതി നിഷേധിച്ചു എന്ന കാര്യം വ്യക്തമാക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈത്തിലുണ്ട്. വിദേശത്ത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാനങ്ങളിൽ നിന്ന് മന്ത്രിമാർ പോകുന്ന കീഴ്വഴക്കമില്ലെന്ന് മുൻ വിദേശകാര്യമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. വീണ ജോർജിന്റെ യാത്രയെ വിമർശിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിരുന്നു. ദുരന്ത സ്ഥലത്ത് സർക്കാർ പ്രതിനിധിയെ ഉചിതമായ സമയത്ത് അയക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ച പറ്റിയെന്നായിരുന്നു ചെന്നിത്തലയുടെ വിമർശനം. വീണയുടെ യാത്രയ്ക്ക് അനുമതി നൽകാതിരുന്ന കേന്ദ്ര സർക്കാർ നടപടി വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയേക്കും.